ഇത് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും സ്നോ സിറ്റി പോയാൽ കൊള്ളാമെന്ന് ഇപ്പോൾ തോന്നിയിട്ടുണ്ടോ? എന്നാൽ വെൽക്കം ടു സ്കാംസ് വേൾഡ്. ഇത് പറയാനൊരു കാരണമുണ്ട്. ഞങ്ങൾ ബാംഗ്ലൂർ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പം തന്നെ ഞങ്ങളുടെ ഐറ്റിനറി ലിസ്റ്റിൽ ആദ്യം ആഡ് ചെയ്തത് സ്നോ സിറ്റിയാണ്. ഈ ഇൻഫ്ലുവൻസർമാരുടെ തള്ളും പിന്നെ ഓവർ ഹൈപ്പായിട്ടുള്ള ഈ തിരക്കും ഒക്കെ കണ്ടപ്പം സത്യത്തിൽ ഞങ്ങൾ വിചാരിച്ചു അത്രയ്ക്കും റിയലി വർത്ത് വൈൽ എക്സ്പീരിയൻസ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കുമല്ലോ ഇത്രയും തിരക്കുള്ളതെന്ന്. ബൈ ദ വേ, ഞാൻ ടിക്കറ്റിൻ്റെ പ്രൈസ് പറഞ്ഞില്ല. ഒരാൾക്ക് 750 ആണ്. അങ്ങനെ ഞങ്ങൾ 3 പേരാണ് പോയത്. കിഡ്സിന് കൺസിഡറേഷൻ ഒന്നുമില്ല, സെയിം പ്രൈസിങ് തന്നെ വരുന്നത്. അങ്ങനെ നമുക്ക് ഗ്ലൗസും ബൂട്ട്സും ജാക്കറ്റ്സ് എല്ലാം കിട്ടി. 1 hour ടൈം സ്ലോട്ടാണ്. 1 hourന് 750 വെർത്താണോ? ഇല്ല, കുറച്ച് ഓവർ പ്രൈസിങ് അല്ലേ? അതൊന്നും കുഴപ്പമില്ല, മണി പോയിട്ട് പവർ വരട്ടെ എന്ന വിചാരത്തിലായിരുന്നു പോയത്. പോയപ്പോഴാണ് മനസ്സിലായത് നമുക്കൊരു പ്രോപ്പർ ഇൻസ്ട്രക്ഷൻസ് പോലും തന്നിട്ടില്ലായിരുന്നു. അവർ തന്നേക്കുന്ന ബൂട്ട്സ് ആയാലും ഗ്ലൗസ് ആയാലും നമുക്ക് പ്രോപ്പർ സൈസ് അല്ല. ബൈ ലക്ക് എനിക്ക് മാത്രമേ ബൂട്ട് സൈസ് കറക്റ്റായിട്ട് കിട്ടിയുള്ളായിരുന്നു. കിഡിനായാലും ഹസ്ബൻഡിനായാലും അവർക്ക് ബൂട്ട് സൈസ് കറക്റ്റ് അല്ലായിരുന്നു. കുറേ പാരൻസ് അവിടെ എൻജോയ് ചെയ്യാതെ കുഞ്ഞുങ്ങളെ എടുത്ത് കൈ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇത് കയറി ഒരു 5 minutes ആയതേ ഉള്ളൂ. എൻ്റെ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ അറിയാം അവൾക്ക് നിൽക്കാനേ പറ്റുന്നില്ല. അവൾ നടക്കുമ്പോൾ അകത്തോട്ട് ഐസ് കയറി ഭയങ്കര ഫ്രീസ് ആവുമായിരുന്നു. അതേപോലെ തന്നെ ആ ജാക്കറ്റ്സൊക്കെ ചീപ്പ് ക്വാളിറ്റിയാണ്. ഞങ്ങളുടെ ബാച്ചിൽ കയറിയവർ അപ്പോഴും തന്നെ ഇറങ്ങി. പിള്ളേരൊക്കെ ഉള്ളവരൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. അവർക്കതൊന്നും നിൽക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഒരു 7 minutesന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ 750 rupees കൊടുത്ത് അകത്ത് കയറുന്നത്. സീരിയസ്ലി ഈ സ്നോ സിറ്റി റൂണ്ട് അവർ എൻറ്റയർ ഡേ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ സ്നോ സിറ്റി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തുവായിരുന്നു താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഞങ്ങൾക്ക് മാത്രമാണോ ഈ ബാഡ് എക്സ്പീരിയൻസ് വന്നതെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.